കലോത്സവം എന്നാൽ കലകളിൽ മാത്രമല്ല രുചി വൈവിധ്യങ്ങളിലും മത്സരമാണ്. കലോത്സവത്തിലെ ഭക്ഷണത്തിന്റെ പര്യായമായ പഴയടൻ മോഹൻ നമ്പൂതിരിയുടെ വിശേഷമാണ് പറഞ്ഞു വരുന്നത്. ഇനി കാണാം. കലോത്സവം എന്നാൽ, പ്രത്യേകിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നാൽ ആട്ടവും പാട്ടവും നൃത്തവും കലാവിരുന്നും എല്ലാമാണ്. പക്ഷേ അതിലുപരി ഭക്ഷണമെന്ന് കേൾക്കുമ്പോൾ പഴയടവും നമ്മൾ മറക്കില്ല. എന്നാൽ രുചികരമായ ആ ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കാനും കാണാനൊക്കെ അതിലേറെ സന്തോഷമുണ്ടാവും. നമുക്കെന്തായാലും 22 വർഷമായി ഈ സബരി തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ഈ വിശേഷങ്ങൾ പങ്കുവെക്കാം. നമസ്കാരം തിരുമേനി, സുഖമാണല്ലോ? സുഖമായിരിക്കും അല്ലേ? അപ്പോൾ പതിവ് പോലെ നമ്മൾ കാണുന്നു, വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്കിലും ഇത്തവണത്തെ എന്തെല്ലാം പുതുമകളുണ്ടെന്ന് ജീവൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെന്ന് കേൾക്കാൻ പറയൂ. പുതുമകളൊക്കെ ഇന്നലെയായിരുന്നു. ഇന്നലെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മില്ലറ്റ് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ചക്കപ്പഴം കൊണ്ടുള്ള പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ കഴിച്ചു. അത് രണ്ടുമായിരുന്നു ഇന്നലത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഇന്ന് പാലടയാണ്. ഇന്ന് പാലട ആ സാധാരണ കൺവെൻഷനലായിട്ടുള്ള ഐറ്റംസ് തന്നെ കൊടുത്തോണ്ടിരിക്കും. സാധാരണ രീതിക്ക് കൊടുക്കുന്ന ഐറ്റംസ് തന്നെ കൊടുത്തോണ്ടിരിക്കും. പിന്നെ ഇനി ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലെ ഒരു വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ അല്ല, ബ്രേക്ക്ഫാസ്റ്റിലാണ് വ്യത്യസ്തത വരിക. ഇന്ന് ഇഡ്ഡലി കൊടുത്തു, നാളെ രാവിലെ ഇടിയപ്പമായിരിക്കും, അടുത്ത ദിവസം പുട്ട്, കടല, പിന്നെ ഉപ്പുമാവ്, അങ്ങനെയാണ് പോവുക. ഊണില് സ്പെഷ്യലാവുന്നില്ല. അതൊക്കെ അതൊക്കെ ഇന്നലത്തോണ്ട് കഴിഞ്ഞോ? ഇനി അവസാന ദിവസം എന്തെങ്കിലുമൊക്കെ ഇനി പ്രതീക്ഷിക്കാമോ? അവസാന ദിവസം നോക്കാം. എന്താന്നുള്ളതായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പം ഈ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് നൃത്തം അറിയാം, നൃത്തത്തെ കുറിച്ച് കേൾക്കും, പാട്ട്, അങ്ങനെ എല്ലാം വിശേഷങ്ങൾ കേൾക്കും. ഇപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പഴയടാണ്. അങ്ങ് അതിനെങ്ങനെയാണ് അതിനൊക്കെ ആ സന്തോഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത്ര വർഷം 22 വർഷം തുടർച്ചയായിട്ട് ഇതിന് ഭക്ഷണം പാചകം ചെയ്യാനുള്ള അവസരം കിട്ടിയെന്ന് വെച്ചതിന് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതിന് എല്ലാ ഈശ്വരന്മാരോടും നമ്മൾ നന്ദി പറയും. അല്ലാണ്ട് അതിനൊന്നും ചെയ്യാനില്ല. നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക കുട്ടികൾക്ക്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും കൂടി ഒത്തൊരുമ, അല്ലെങ്കിൽ ഫുൾ പഴയടം അങ്ങ് തന്നെയാണോ? ഇതിനെ അതിങ്ങനെ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്, അവരത് ചെയ്തു തീർക്കും. ഇതിപ്പോൾ ഒരു 20,000 പേർക്കൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരാളെ കൊണ്ട് തന്നെ വയ്ക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങയുടെ കൂടെ സ്ഥിരം ടീമായിട്ട് നിൽക്കുന്നതാണ്. സ്ഥിരം ടീമാണ്, എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം വന്നാൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതിൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് അങ്ങ് തന്നെ നേരിട്ടുണ്ടാക്കുന്ന പായസം മിക്ക എല്ലാ വർഷവും എല്ലാ ദിവസത്തെ പായസം തന്നെ നേരിട്ടായിരിക്കും സ്വന്തമായിട്ടുണ്ട്. അതെ. ഓക്കെ. രുചികരമായ ഭക്ഷണം കഴിച്ച് കുട്ടികൾ സന്തോഷത്തിലാണ്. മനസ്സും വയറും നിറഞ്ഞ് ഈ കലോത്സവ നഗരിയെ ധന്യമാക്കുന്നതോടൊപ്പം ഈ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആവേശവും സന്തോഷവുമാണ് എല്ലാവരും പങ്കെടുക്കുന്നത്. ക്യാമറാമാൻ ജോസഫ് പരച്ചിലക്കൊപ്പം അജീഷത്തോളി, ജീവൻ ന്യൂസ്, തൃശ്ശൂർ.